ഈ ഒരു പീലർ കൊണ്ട് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ടിപ്പുകളൊക്കെ കാണാതെ പോകുകയാണെങ്കിലും വലിയൊരു നഷ്ടമായിരിക്കും. പൊതുവേ നമ്മൾ പീലർ വെജിറ്റബിൾസ് പീൽ ചെയ്യാനായിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ അടുക്കള ജോലികൾ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഈ പീലർ ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പം വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മുടെ എല്ലാം വീട്ടിൽ ഈ ഒരു കുഞ്ഞൻ സാധനം ഉണ്ടാവും അല്ലേ. പൊതുവേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെജിറ്റബിൾസ് മാത്രമായിരിക്കും ഇത് ഉപയോഗിച്ചിട്ട് പീൽ ചെയ്യുന്നത്. പല ടൈപ്പിലും അല്ലെങ്കിൽ പല ഡിസൈനിലും ഒക്കെ ഉള്ളത് നമുക്ക് കടയിൽ വാങ്ങാനായിട്ട് കിട്ടും. ഇന്ന് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറേ ടിപ്പുകളാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പീലർ വാങ്ങിച്ച് കുറേ നാൾ കഴിയുമ്പം തുരുമ്പൊക്കെ വന്ന് അതിൻ്റെ മൂർച്ച നഷ്ടപ്പെടുകയാണെങ്കിൽ മൂർച്ച കൂട്ടാനായിട്ട് ഇതുപോലെ സാൻഡ് പേപ്പർ കുറച്ചെടുത്തിട്ട് ആ ഒരു പീലറിൻ്റെ മൂർച്ചയുള്ള ഭാഗം ഉണ്ടല്ലോ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അതിൻ്റെ തുരുമ്പൊക്കെ പോയിട്ട് മൂർച്ച കിട്ടും. സാധാരണ നമ്മൾ കത്തിയൊക്കെ രാഗി എടുക്കുന്നത് പോലെ പീലർ നമുക്ക് രാഗി എടുക്കാനായിട്ട് പറ്റില്ല. അതിനായിട്ട് ഇതുപോലെ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ചെടുത്താൽ മതി കേട്ടോ. സാൻഡ് പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഉരച്ചു കൊടുത്താലും നമ്മുടെ പീലറിന് പെട്ടെന്ന് മൂർച്ച കിട്ടും. പീലർ പൊതുവേ നമ്മൾ അടുക്കളയിൽ വെജിറ്റബിൾസിൻ്റെ തോല് കളയാനായിരിക്കും ഉപയോഗിക്കുന്നത്. എല്ലാവരും പീലർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരൊറ്റ ഡയറക്ഷനിലായിരിക്കും തോല് കളയുന്നത്. പക്ഷേ ഇതുകൊണ്ടുണ്ടല്ലോ മുന്നിലേക്കും പിന്നിലേക്കും ആക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് തോല് കളഞ്ഞ് കിട്ടും. ഞാനിപ്പം കാണിക്കുന്നത് പോലെ മുകളിൽ നിന്ന് താഴേക്ക് പീൽ ചെയ്തതിന് ശേഷം താഴെ നിന്ന് ഇതുപോലെ മുകളിലേക്ക് ആക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും കേട്ടോ ആ വെജിറ്റബിൾസിൻ്റെ തോല് കളഞ്ഞ് എടുക്കാനായിട്ട്. എത്ര പേര് ഇങ്ങനെയാണ് വെജിറ്റബിൾസ് പീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. ഇപ്പം ഞാൻ കുക്കുംബറാണ് പീൽ ചെയ്തെടുത്തേക്കുന്നത്. ഇതേപോലെ ഏത് വെജിറ്റബിൾസ് നിങ്ങൾക്ക് പീൽ ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ. പീലർ കൊണ്ട് ഞാൻ അടുക്കളയിൽ ചെയ്യുന്ന മറ്റൊരു കാര്യം ഇതുപോലെയുള്ള ഉണ്ട ശർക്കരകൾ പീൽ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു പീലർ ഉപയോഗിക്കാം. നമുക്കിപ്പം ചായയിലേക്കോ കോഫിയിലേക്കോ ഒരുപാട് ആളുകൾ പഞ്ചസാര ഉപയോഗിക്കാറില്ല. അതിന് പകരമായിട്ട് ശർക്കരയായിരിക്കും ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ഉണ്ട ശർക്കര മൊത്തമായിട്ട് പൊട്ടിച്ചെടുക്കുകയൊന്നും വേണ്ട. പീലർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ പീൽ ചെയ്ത് കുറച്ച് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാനായിട്ട് കഴിയും. അവിലൊക്കെ കുതുക്കുന്ന സമയത്ത് ഇതുപോലെ ശർക്കര പീൽ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുഴച്ചെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അടുത്ത പ്രാവശ്യം നിങ്ങൾ അവൽ കുതുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. സാലഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ എപ്പോഴും ഒരേ ഷേപ്പിലോ വട്ടത്തിലോ സ്ക്വയർ ഷേപ്പിലോ ഒക്കെ കട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് അടുത്ത പ്രാവശ്യം സാലഡ് തയ്യാറാക്കുമ്പോൾ ഇതുപോലൊന്ന് ചീകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വരെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അവരിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നൂഡിൽസ് പോലെ കിട്ടും. ഞാനിപ്പം കുക്കുംബറും ക്യാരറ്റും മാത്രമാണ് കേട്ടോ ഇതുപോലെ പീൽ ചെയ്തെടുത്തിട്ട് സാലഡ് തയ്യാറാക്കുന്നത്. നിങ്ങൾ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ സാലഡിലേക്ക് യൂസ് ചെയ്യുന്നത് അതെല്ലാം ഇതുപോലെ പീൽ ചെയ്തെടുത്തിട്ട് സാലഡ് തയ്യാറാക്കുകയാണെങ്കിൽ കഴിക്കാനും നമുക്കൊരു ഇഷ്ടം തോന്നും. അതുമാത്രമല്ല നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊക്കെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കും. അവർ വീണ്ടും വന്ന് ചോദിച്ച് വാങ്ങി കഴിച്ചോളും. നമ്മളെപ്പോഴും ഒരേ രീതിയിൽ തയ്യാറാക്കി കൊടുക്കുമ്പോഴാണ് കേട്ടോ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് മടി തോന്നുന്നത്. ഇതുപോലെ കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ പോലും അറിയാതെ കഴിച്ചോളും. നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും നൂഡിൽസ് എങ്ങനെയാണോ കുട്ടികൾ കഴിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ അവർ കോരി കഴിച്ചോളും. അടുത്ത ടിപ്പ് ഒട്ടും തന്നെ സമയമില്ലാത്ത വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ. അവധി ദിവസങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ തേങ്ങ ചിരകി വെക്കുകയാണെങ്കിൽ നമ്മുടെ ജോലി പകുതിക്കുള്ളിൽ കുറഞ്ഞ് കിട്ടും. അപ്പോൾ 1-2 തേങ്ങ ഞാൻ ഇതുപോലെ ഉടച്ചെടുത്തിട്ട് ഗ്യാസിന് മുകളിലേക്ക് ഒന്ന് കാണിച്ച് ചൂടാക്കി എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ചിരട്ടയിൽ നിന്ന് അടർത്തിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഇല്ലെങ്കിൽ വെയിറ്റുള്ള എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് തട്ടി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ചിരട്ട മാറ്റിയെടുക്കാം. അതിനുശേഷം പീലർ ഉപയോഗിച്ചിട്ട് ആ ബ്രൗൺ കളർ പോർഷൻ ഉണ്ടല്ലോ അത് നല്ലപോലെ പീൽ ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ പൾസ് മോഡിലിട്ട് 1-2 പ്രാവശ്യം കറക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പീര ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ. എത്ര തേങ്ങ വേണമെങ്കിലും നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ ഇതുപോലെ ചിരകിയെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. തേങ്ങയൊക്കെ ചിരകാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഷോൾഡർ പെയിൻ ഉള്ളവർക്കും ഒക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ടിപ്പാണ് കേട്ടോ. മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് 4-5 തേങ്ങയൊക്കെ ഈ ഒരു രീതിയിൽ ചിരകിയെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരാഴ്ചയ്ക്ക് വേണ്ടിയാണ് കേട്ടോ തേങ്ങ ചിരകി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 1-2 ആഴ്ചയൊക്കെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തേങ്ങാപ്പീരയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ മതി. മത്തി ചെങ്കലവ അല്ലെങ്കിൽ ചെറിയ മീനൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് അതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാനായിട്ട് എല്ലാവർക്കും വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പണിയാണ് കേട്ടോ മീൻ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത്. മീൻ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്ക് എൻ്റെ പുറത്തും സിങ്കിന് ചുറ്റുമൊക്കെ ചെതുമ്പൽ തെറിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് മീൻ ക്ലീൻ ചെയ്യുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ പീലർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കുമ്പം ആ ചെതുമ്പലൊക്കെ പോയി കിട്ടും കേട്ടോ. ഇനി എത്ര ചെതുമ്പലുള്ള മീനാണെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ പീലർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പീലർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഒട്ടും തന്നെ ചെതുമ്പൽ പുറത്തേക്ക് തെറിക്കില്ല കേട്ടോ. അതേസമയം നമ്മൾ കത്തി ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ സിങ്കിന് ചുറ്റും എല്ലാം ചെതുമ്പലായിരിക്കും.
കണ്ടില്ലേ, ചെതുമ്പലൊക്കെ പോയി നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് മീനൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊക്കെയുള്ള ചെറിയ ടിപ്പുകളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ക്യാബേജൊക്കെ നല്ലപോലെ നൈസായിട്ട് അരിഞ്ഞ് തോരൻ വെക്കുകയാണെങ്കിൽ കഴിക്കാൻ അപാര ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ക്യാബേജ് കൊത്തിയൊക്കെ അരിഞ്ഞ് തോരൻ വെക്കുകയാണെങ്കിൽ ഒരേ ഷേപ്പിലൊന്നും കിട്ടത്തില്ല. അപ്പം പീലർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പീൽ ചെയ്തെടുത്തിട്ട് തോരൻ വെച്ച് നോക്കൂ, അപാര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരേ അളവിൽ കിട്ടും, നല്ല നൈസായിട്ട് നമുക്ക് പെട്ടെന്ന് എത്ര കിലോ ക്യാബേജും ഇതുപോലെ പീൽ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല കത്തിയൊക്കെ വെച്ചിട്ട് നമ്മൾ കൊത്തി അരിയുമ്പം കൈ മുറിയോ എന്നുള്ള ഭയമൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിമിഷ നേരം കൊണ്ട് തന്നെ നല്ല നൈസായിട്ട് ഈവനായിട്ട് നമുക്ക് പീൽ ചെയ്ത് എടുക്കാനായിട്ടും കഴിയും. കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ ക്യാബേജ് പീൽ ചെയ്തെടുത്തേക്കുന്നതെന്ന്. ക്യാബേജ് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതുപോലെ തന്നെ സവാളയും നമുക്ക് പീലർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എത്ര കിലോ സവാള വേണമെങ്കിലും നമ്മളെ കണ്ണെരിയാതെ കൈ മുറിയാതെ നിമിഷ നേരം കൊണ്ട് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. വീട്ടിൽ നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് സവാളയൊക്കെ വേണ്ടി വരുമല്ലോ. ആ ഒരു സമയത്ത് ഇതുപോലെ പീലർ ഉപയോഗിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് അതും ഈവനായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ബിരിയാണിയിലൊക്കെ നമ്മൾ സവാള വറുത്തിടുമല്ലോ, അപ്പം ഒരേ ഷേപ്പിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ആ സമയത്തൊക്കെ ഞാൻ ഇതുപോലെയാണ് കേട്ടോ സവാള കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിൽ പീലർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അടിപൊളി ടിപ്പുകളാണ് കാണിച്ചത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.